സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർ നല്ലോണം വിശന്നിട്ടായിരിക്കും വരിക. ചോറ് കഴിക്കാൻ പറഞ്ഞാൽ അവർ കേൾക്കൂല. എന്നാൽ വല്ല പഴം എടുത്ത് കൊടുത്താലോ അത് ഇങ്ങോട്ട് തന്നെ ചിലപ്പോൾ തരും. അപ്പോൾ അവരെ കഴിപ്പിക്കാനും വേണ്ടിയിട്ടും നമുക്ക് കാണുമ്പോൾ തന്നെ കൊതിയോടെ കഴിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കി കൊടുത്താലോ. അപ്പോൾ അതും അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു കുക്കറിലാണ് ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. 1 കപ്പിലേക്ക് 1 കപ്പ് എന്നുള്ള അളവിൽ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലോട്ട് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചില പൊടിക്ക് വെള്ളം തീരെ വേണ്ട, ചില പൊടിക്ക് നല്ല വെള്ളം വേണം. അപ്പോൾ വെള്ളം വേണ്ട പൊടികൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചാൽ മതി കേട്ടോ. ഇത് ഇവിടെ 1 കപ്പോളം വെള്ളം നമുക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്. കുറവാ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മാവ് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ ഞാൻ കുക്കറിലാണ് കേട്ടോ ചെയ്തത്, വാട്ടിയെടുത്തത്. അപ്പോൾ അത് വാട്ടിയെടുത്ത ശേഷം നമുക്ക് അത് അടച്ചു വെക്കാം. എന്നിട്ട് കുറേ സമയം കഴിഞ്ഞ് തുറന്നാൽ നമുക്ക് ഒരുപാട് കുഴക്കേണ്ടതൊന്നും വരില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. ഇതുപോലെ ഞാൻ എന്തായാലും ഒരു ബൗളിലോട്ട് എടുത്ത് നല്ലോണം ഒന്നുകൂടി കൈവച്ച് കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ചേർത്ത് നന്നായി കുഴച്ച് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കണം. നിങ്ങളെ കൊണ്ട് എത്ര കുഞ്ഞിതാക്കാൻ പറ്റുമോ അത്രയും കുഞ്ഞിതാക്കിയാൽ കുട്ടികൾക്ക് അത്രയും കൗതുകമായിരിക്കും. അവർ വിചാരിക്കും ഇത് കുഞ്ഞു കോഴിമുട്ട എങ്ങാനാണെന്ന്. അപ്പോൾ അവർക്കത് കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കോഴിമുട്ടകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് അരിപ്പൊടി വെച്ചിട്ട് നമ്മുടെ കുഞ്ഞു കോഴിമുട്ടകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇതിപ്പോൾ വെറും മാവ് പോലെയല്ല ഇരിക്കണം, വെന്തിട്ടുണ്ടെങ്കിൽ കൂടിയും അത് മാവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നൂൽപുട്ടിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീമറിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം, ഒരു അച്ചിൽ എണ്ണ തടവിയ ശേഷം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ അടച്ച് വെച്ച് ഒരു 8 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സംഭവം വെന്ത് കിട്ടും. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ബട്ടറോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങളെ മക്കൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് എടുക്കുക. ചില ആളുകൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് അതിലോട്ട് ഇതുപോലെ ചെറുപഴമോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ കട്ട് ചെയ്തിട്ട്, നേന്ത്രപ്പഴം ആയിരിക്കും കേട്ടോ നല്ലത്, ഒരുപാട് കുഴഞ്ഞു പോവാത്ത രീതിയിൽ ഒരെണ്ണമാണ് കേട്ടോ ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. കുഴഞ്ഞ് കട്ടയായി പോവരുത്. ഒരുപാട് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്കിത് കിട്ടൂല. ഈ ഒരു പരുവാകുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് തേങ്ങ ചെറുവിയതും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്താൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് കൂടുതൽ അത് കട്ട പോലെ ആക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിന് കൂടെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ആവി കയറ്റി വെച്ചിട്ടുള്ള കുഞ്ഞു കോഴിമുട്ടകളെല്ലാം കൂടി ഇതിനകത്തോട്ട് തട്ടിക്കൊടുത്തതിന് ശേഷമല്ലേ ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ചൂടോട് കൂടിയിട്ടോ. ഇനിയിപ്പോൾ ചൂട് മൊത്തം പോയിട്ടാണെങ്കിലും ഇത് കാണുമ്പോഴുള്ള കൗതുകം കൊണ്ട് നമ്മളെ മക്കൾ കഴിച്ചോളും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.